മോർണിംഗ്. എൻ്റെ പേര് ഫാത്തിമ സലീം. എൻ്റെ പേര് ഫാബിയ അൻവർ. ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോം അലാറമാണ്. ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവുമാണ്, അതും ഒരു അലാമിന്റെ സഹായത്തോടെ. ഇതെങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിലുണ്ടാകുന്ന തരംഗം മൂലം അനുഭവപ്പെടുന്ന ഒരു വൈബ്രേഷൻ ഫലമായിട്ടാണ് ഈ ഒരു അലാറം പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് അറിയാനും അങ്ങനെ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനും സാധിക്കും. ഒരു ലളിതമായ ഭൂകമ്പ അലാറം മൂലം സൃഷ്ടിക്കുന്നതിലൂടെ അടിസ്ഥാന ഭൂകമ്പ കണ്ടെത്തൽ സംവിധാനത്തിന്റെ രൂപകൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഭൂമിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ പ്രതലത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഊർജ്ജം പുറന്തള്ളുന്ന പ്രക്രിയ ഉണ്ടായാൽ അതിന് ഭൂകമ്പം എന്ന് വിളിക്കുന്നു. ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനത്തിൽ നാം ഭൂകമ്പ വിജ്ഞാന പഠനം അഥവാ സിസ്മോളജി എന്ന് പറയുന്നു. ഭൂകമ്പത്തിന്റെ ശക്തി അളക്കാനും പൊതുവെ റിക്ടർ മാനകം ഉപയോഗിക്കുന്നു. റിക്ടർ മാനകത്തിന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ 1970-കൾക്ക് ശേഷം മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ ഉപയോഗിച്ചിരുന്നു. ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിനെ ഗ്രാഫിക്കായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിസ്മോഗ്രാഫ്. ഭൂചലനം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമാണ് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭൂമിക്ക് 4 ലേയേഴ്സ് ഉണ്ട്: ക്രസ്റ്റ്, മാന്റിൽ, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. അതിൽ മാന്റിന്റെ അടിയിൽ വരുന്ന ആസ്തെനോസ്ഫിയർ എന്ന ലെയർ ഒരു സെമി ക്ലാസിക് സ്റ്റേജിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആസ്തെനോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന മർദ്ദം മുകളിൽ കാണപ്പെടുന്ന ടെക്ടോണിക് പ്ലേറ്റ്സിൽ അനുഭവപ്പെടുകയും തുടർന്ന് ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഭൂമിയുടെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ 1 മുതൽ 10 സെന്റിമീറ്റർ വരെ ടെക്ടോണിക് പ്ലേറ്റ്സിന് മൂവ്മെന്റ് ഉണ്ടായേക്കാം. ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടായ രാജ്യമാണ് ടർക്കി. ടർക്കിയിലെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അനറ്റോളിയൻ പ്ലേറ്റ് എന്ന പ്ലേറ്റിന്റെ മുകളിലായി കാണപ്പെടുന്നു. അനറ്റോളിയൻ പ്ലേറ്റിന്റെ 3 വശങ്ങളിലായി യൂറോപ്പും ഏഷ്യയും കൂടി ചേർന്ന് യുറേഷ്യൻ പ്ലേറ്റും അറേബ്യൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും ഉണ്ട്. ഇങ്ങനെ പല ടെക്ടോണിക് പ്ലേറ്റ്സും അനറ്റോളിയൻ പ്ലേറ്റിൽ വന്ന് കൂട്ടിമുട്ടുകയും ഡൈവേർജന്റ് ചെയ്യുന്നതും നമുക്ക് കാണാം. ഇതാണ് ടർക്കിയിൽ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 6 ടർക്കിയിലും സിറിയയിലുമായി നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ഒരുപാട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതുമാത്രമല്ല, 1999 11,000 പേരുടെ ജീവൻ എടുത്ത ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 2020 മാത്രമായി 30,000-ത്തിലധികം ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം ഒരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ ഈ അലാറം കൊണ്ടുവരുന്നത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും സുരക്ഷിതമാക്കാനും സാധിക്കും. താങ്ക് യു.